വേഗപ്പൂട്ടുകൾ പൊട്ടിച്ചും പാതകളിൽ അമിത വേഗതയോടുകൂടി കൊലവിളി നടത്തിയും പോകുന്ന സ്വകാര്യ ബസ്സുകൾ കണ്ടു. അതിൽ പല ബസ്സുകളും അപകടത്തിൽപ്പെടുന്നത് കണ്ടു. ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്തും AK അഭിലാഷും നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വേഗപ്പൂട്ട് പൊട്ടിക്കുന്ന സംഘമുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ജീവനക്കാർ പറയുന്നത് അവർക്ക് വേഗത കൂട്ടാതെ മറ്റു മാർഗമില്ല എന്നാണ്. നിരത്തിലെ പ്രശ്നം, റോഡിലെ കുഴി, വാഹനങ്ങൾ അമിതമായിട്ട് വേഗതയിൽ ഓടുന്നതിന് കാരണമാകുന്നു. ഷെഡ്യൂളുകൾ, ബസ്സുകളുടെ ടൈം ഷെഡ്യൂൾ ഇടുന്നതും അപാകത നിറഞ്ഞതാണ് എന്നതാണ് ജീവനക്കാർ പറയുന്നത്. അതേസമയം AK അഭിലാഷ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പ്രതിരോധിക്കാൻ വേണ്ടി കെൽട്രോണിൻ്റെ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പാഴായിരിക്കുന്നു, തുരുമ്പെടുക്കുന്നു എന്നാണ്. VS രഞ്ജിത്തും AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നമ്മൾ ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് റോഡിലെ കുഴപ്പം, ഒപ്പം തന്നെ ബസ്സിൻ്റെ ടൈമിംഗ് ഷെഡ്യൂളിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം, ഇതൊക്കെ അശാസ്ത്രീയമായതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. പക്ഷേ അപ്പോഴും വേഗപ്പൂട്ട് പൊട്ടിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നു എന്നല്ലേ ഇവർ പറയുന്നത്? VS രഞ്ജിത്ത്, തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം എലത്തൂരിലുണ്ടായ അപകടത്തിൽ അതിൻ്റെ RTO പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് അതിന് വേഗപ്പൂട്ടില്ല എന്നുള്ളതാണ്. കൊച്ചിയിൽ മാടവനയിൽ കല്ലട ബസ് ആക്സിഡൻ്റ് ആയപ്പോൾ അവിടെയും പരിശോധനയിൽ കണ്ടെത്തിയത് അതിന് വേഗപ്പൂട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ നമ്മുടെ വാർത്തയെ തുടർന്ന് ഇന്നലെ വാർത്ത ഈ വേഗപ്പൂട്ട് എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് സംബന്ധിച്ച് വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയെ തുടർന്ന് കോഴിക്കോട് എൻഫോഴ്സ്മെൻറ്റ് RTO ബസ് ഉടമകളുടെ യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായിട്ടും എൻഫോഴ്സ്മെൻറ്റ് RTO പറഞ്ഞത് ഇനി വേഗപ്പൂട്ടില്ലാത്ത ബസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകില്ല, കർശനമായ പരിശോധന ഉണ്ടാകുമെന്നാണ്. അവിടെ ബസ് ഉടമകൾ പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് ഈ വേഗപ്പൂട്ടുകൾ 3 മാസം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് മെയിൻ്റനൻസ് ചെയ്ത് നൽകുന്നില്ല എന്നുള്ളൊരു തൊടുന്യായമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വേഗപ്പൂട്ട് ബസ്സുകൾക്കില്ല എന്ന് ബസ് ഉടമകളും സമ്മതിക്കുന്നുണ്ട്. കാരണം അത് മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് കേടായി പോകുന്നു എന്നുള്ളതാണ് ബസ് ഉടമകളുടെ ന്യായം. എന്നാൽ വേഗത്തിൽ ഓടാൻ അത് പൊട്ടിക്കുന്നു എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യവുമാണ്. അങ്ങനെ വേഗത്തിൽ ഓടുന്നതിൻ്റെ കാരണമാണ് ഇന്ന് ബസ് ജീവനക്കാർ പറഞ്ഞത്. അവർ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ എത്തിച്ചേരാൻ ഈ റോഡിലെ ഗതാഗതക്കുരുക്കും റോഡിൻ്റെ മോശം അവസ്ഥയും കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മോട് സംസാരിച്ച് കുറ്റ്യാടി ഭാഗത്തേക്ക് കോഴിക്കോട് നിന്ന് ഓടുന്ന ബസ്സാണ്. ഒരു മണിക്കൂർ 50 മിനിറ്റുമാണ് കുറ്റ്യാടിയിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 2-2.5 മണിക്കൂർ സമയം കൊണ്ട് മാത്രമേ അവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയം ഓടിപ്പിടിക്കാൻ വേണ്ടി അമിത വേഗത്തിൽ ഓടുന്നു എന്നുള്ളതാണ്. അങ്ങനെ പെർമിറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി ഓടിപ്പിടിക്കാനും ഓടിയ വണ്ടിയാണ് ഇന്നലെ എലത്തൂരിൽ തലകീഴായി മറഞ്ഞു പോയത്. 50 കണക്കിന് ആളുകൾ 10-50 ആൾക്കാരെ കൊണ്ടുപോകുന്നൊരു ബസ്സിനകത്ത് അത് തലകീഴായി മറയുമ്പോൾ വലിയ അപകടം, ആ ബസ്സിന് തീപിടിക്കാൻ വരെ പോയി എന്നുള്ളത് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായിട്ടുള്ളത്. അപ്പോൾ പെർമിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ റോഡ് മോശമാണെങ്കിലും ഇത്തരം വേഗത്തിൽ ഓടുന്നത് നല്ല കാര്യമല്ല. ഏതായാലും ബസ് ജീവനക്കാർ പറയുന്ന തരത്തിലാണെങ്കിൽ ഈ പെർമിറ്റിലെ സമയം ക്രമീകരിച്ചുകൊണ്ട് RTO അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ റോഡിലെ മോശം അവസ്ഥയും പരിഹരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പരിഹരിച്ചു കൊടുത്താലും ഈ റോഡിൽ കൃത്യസമയം പാലിക്കാൻ വേണ്ടിയുള്ള ഈ മരണയോട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു പരിശീലനം ഡ്രൈവർമാർക്കും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, AK അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനങ്ങളിൽ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി കെൽട്രോൺ പദ്ധതി തയ്യാറാക്കി 8 ഇടങ്ങളിൽ ഇത് സ്ഥാപിച്ചു. ഇപ്പോഴിതിൻ്റെ അവസ്ഥ AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ എല്ലാം പ്രവർത്തനരഹിതമായോ? ഡോക്ടർ അരുൺ, നമ്മളെ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ്. ആ വകുപ്പിൽ വേണ്ടി വരുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണം ചെലവഴിക്കാനില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. ഏതായാലും 2011 മുതലാണ് സംസ്ഥാനത്ത് ഏതാണ്ട് 9 സ്ഥലങ്ങൾ, 6 കേന്ദ്രങ്ങളായി 9 സ്ഥലങ്ങളിൽ കെൽട്രോൺ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. അവിടെ ബസ്സിൻ്റെ വേഗത, അതോടൊപ്പം തന്നെ സസ്പെൻഷൻ, അതോടൊപ്പം തന്നെ അലൈൻമെൻറ്റ് അടക്കമുള്ള പല കാര്യങ്ങളാണ്, 7 ടെസ്റ്റുകളാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2003 മുതൽ ഇതിന് പണം നൽകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2018 ശേഷം പലതരത്തിലുള്ള കുടിശ്ശികകൾ വരുന്നു. 2003 ശേഷം 2003 മാർച്ചിൽ കെൽട്രോൺ തങ്ങൾക്ക് 8.5 കോടി രൂപ ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ഗതാഗത വകുപ്പിന് നൽകുന്നു. പക്ഷേ ഗതാഗത വകുപ്പ് ഇതിനൊരു മറുപടി നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് അവർ പറയുന്നത് തങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും 6 മുതൽ 12 ജീവനക്കാർ വരെയാണ് കെൽട്രോൺ ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കെൽട്രോൺ ഇപ്പോൾ ഈ സംവിധാനം നിർത്തി
നിർത്തിയിരിക്കുന്നത്. അതായത് 9 ഇടങ്ങളിലും ഇപ്പോൾ ഈ സംവിധാനം നിലച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ പല മേഖലകളിലാണ് ഇത്തരത്തിൽ സംവിധാനമുള്ളത്. അതോടൊപ്പം തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഇത്തരത്തിലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കാസർഗോഡ് അടക്കം റിപ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷേ അതും ഇപ്പോൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിൽ വേഗപ്പൂട്ടുകൾ പൊട്ടിക്കാനുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. അതേസമയത്ത് ഇത് പരിശോധിക്കപ്പെടേണ്ടുന്ന സർക്കാർ ഏജൻസികൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം ഇപ്പോൾ ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ടാണ് ഇത്തരത്തിലുള്ള വെഹിക്കിൾ ഈ ചേസ് നമ്പറൊക്കെ എഴുതി വെക്കുക, അത് ദുരുമ്പെടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക, അങ്ങനെയൊക്കെ പരിശോധിച്ചു പോവുകയല്ലേ ഉള്ളൂ. ഈ കെൽട്രോൺ തന്നെ പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു പരിശോധനയോടാണ് താല്പര്യം എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സംവിധാനത്തോട് അവർക്ക് പലർക്കും താല്പര്യമില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് കൈകടത്താനുള്ള സാഹചര്യം ഒഴിവാകുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സാന്നിധ്യം ആവശ്യമില്ല. ഇത് സാങ്കേതികമായി തന്നെ പരിശോധിക്കപ്പെടും. എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ശരിയാണ് അഭിലാഷ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം, കമ്പ്യൂട്ടറിന്റെ കൈക്കൂലി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കമ്പ്യൂട്ടർ ഇതാ ഇവിടെ ക്ലിച്ച് പെടൽ ഇത്ര ഉണ്ടെങ്കിൽ ഇത്ര, അലൈൻമെന്റ് ഇത്ര മോശമാണെങ്കിൽ ഇത്ര, ഇത് കൃത്യമായിട്ട് എഴുതി വെക്കും. പക്ഷേ ഉദ്യോഗസ്ഥരെ കൈ കടത്തി ഉദ്യോഗസ്ഥർ മാനുവലായിട്ട് എഴുതി കഴിഞ്ഞാൽ 22 പോയിന്റ് എന്നുള്ളത് 42 പോയിന്റായിട്ട് മാറും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കൂടിയാണ് നമ്മളുടെ നിരത്തുകളിൽ ജീവൻ പൊലിയുന്നതിനുള്ള കാരണമെന്നാണ് നമ്മളുടെ പ്രതിനിധി AK അഭിലാഷും. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ രഞ്ജിത്തും റിപ്പോർട്ട് ചെയ്തത്. പറഞ്ഞോളൂ അഭിലാഷ്. ഇത് കേന്ദ്ര സർക്കാർ 2023 മുതൽ ഇത്തരത്തിൽ സംവിധാനം നിർബന്ധിതമാക്കാനുള്ള ഒരു ഉത്തരവ് വന്നിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ തന്നെ ഇത് ഈ വർഷം ഒക്ടോബറിലേക്ക് ഇത് നീട്ടുകയും ചെയ്തിട്ടുണ്ട്. അതായത് സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാവണം, സംസ്ഥാനത്തല്ല രാജ്യത്ത് ഒന്നാകെ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പോലും സംസ്ഥാന തലത്തിൽ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ഉള്ളത് പരിപാലിക്കാനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും മറ്റ് സ്വകാര്യ ഏജൻസികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നമുക്കറിയാം, പുക പരിശോധന കേന്ദ്രങ്ങളടക്കം സ്വകാര്യ ഏജൻസികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഇത്തരം ഏജൻസികൾ സ്വകാര്യ ഏജൻസി കൊടുക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റുകൾ ചെയ്യുന്ന കേന്ദ്രങ്ങൾ, അത് കെൽട്രോണിന്റെ നേതൃത്വത്തിലുള്ള 9 കേന്ദ്രങ്ങളും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല എന്നതാണ് AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്തത്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് ആരോഗ്യമില്ല, അതാണ് അപകടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വേഗപ്പൂട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് അമിത വേഗതയിലോടുന്നത്. ഒരു പ്രശ്നം